ആന്റിക്ക് സുധിയോട് അത്രയ്ക്ക് വാത്സല്യ. എന്നിട്ടും സുധി എന്താ എങ്ങനെ പറയുന്നേ? അമ്മയ്ക്ക് എന്നോട് വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വേറെ വിഷയം. അതുകൊണ്ടാ പറഞ്ഞത് അമ്മയുടെ പേര് വേണ്ടാന്ന്. മുതലാളി, അകത്തേക്ക് വരട്ടെ. അപ്പൊ നീ എന്തിനാണ് എന്റെ റൂമിൽ വന്നത്? ഇറങ്ങി പോടാ. എന്ത് ചെയ്യാനാ, എനിക്ക് പറയേണ്ടി വന്നു. അല്ല, നിന്റെ ഷോപ്പിന് എന്താ പേരിടുന്നത്? തീരുമാനിച്ചോ? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. നല്ല പേരൊന്നും കിട്ടിയില്ല. അല്ല, നീ എന്തിനാ ഇപ്പൊ ചോദിച്ചത്? നിന്റെ ഷോപ്പിന് ഇടാൻ പറ്റിയ നല്ലൊരു പേര് ഞാൻ പറഞ്ഞുതരാം. ആ പേരിട്ടാ നിന്റെ കട പെട്ടെന്ന് തന്നെ പോപ്പുലർ ആവും. നല്ല കച്ചവടം അവിടെ ഉണ്ടാവും. എന്താ പേര്? നീ പേര് പറ. ചന്ദ്രമതി. അമ്മയുടെ പേരോ? അതെ, നിന്റെ ഷോപ്പിന് നീ അമ്മയുടെ പേരിടണം. എന്റെ ഷോപ്പിന് എന്ത് പേരിടണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെന്റെ ഇഷ്ടം. ഷോപ്പിന് അമ്മയുടെ പേരിടുന്നതാണ് എനിക്കിഷ്ടം. അതിന് നിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ എന്റെ കടയ്ക്ക് പേരിടേണ്ടത്? അതെ, നിന്റെ ഷോപ്പിനെ അമ്മയുടെ പേരിട്ടിരിക്കണം. ചന്ദ്രമതി ഹോം അപ്ലയൻസസ് ഷോറൂം. ആ ഷോപ്പിന് മുന്നിൽ ഇങ്ങനെയൊരു ബോർഡ് ഉണ്ടാവണം. ഇതാണ് എന്റെ തീരുമാനം. തീരുമാനം മാത്രമല്ല, ഓർഡർ കൂടിയാ. ഓ, അതിന് ഓർഡർ ഇടാൻ നീ ആരാടാ? ജഡ്ജിയോ? ഇന്നിപ്പോ ഇവിടുത്തെ ജഡ്ജ് ഞാനാ.